ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കിയാലോ? എന്താണിത്? പീനട്ട് റൈസ് ആണിത്. അപ്പം നമ്മുടെ ലഞ്ച് ബോക്സിൽ നമുക്ക് അതായിട്ട് കൊടുത്തിടാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് പീനട്ടാണ്. നമ്മുടെ കപ്പലണ്ടിയില്ലേ അത് ഒരു 1/4 കപ്പ്. തേങ്ങ ചിരണ്ടിയത് അതും 1/4 കപ്പ്. അത് സെയിം അളവിലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ സാമ്പാർ പരിപ്പും പിന്നെ ഉഴുന്നും, അത് രണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ. 4-5 കാഷ്യൂ നട്ട്, 2 ചുവന്ന മുളക്. ഇത്രയും നമ്മൾ വറുത്ത് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 2.5 കപ്പ് പച്ചരി വേവിച്ചതാണ്. ഒരു അല്പം മഞ്ഞളോട് ഇട്ട് വേവിച്ചതുകൊണ്ടാട്ടോ ഈ കളറ്. ഒരു നുള്ളു മഞ്ഞൾ മതി. പിന്നെ കടുക്, ജീരകം, കറിവേപ്പില, ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ ഒരു നീര്, അതായത് 1 ടീസ്പൂൺ നാരങ്ങ നീര് മതിയാവും. പിന്നെ കടുകും ഒക്കെ ഒരു നുള്ളു വീതം. അതായത് നമുക്ക് ഈ ഉഴുന്നും സാമ്പാർ പരിപ്പും ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഉഴുന്ന് 1.5 ടേബിൾ സ്പൂൺ, സാമ്പാറും അതുപോലെ തന്നെ. അപ്പം ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തേക്കുന്നത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പച്ചരി ആണത്. ബിരിയാണി റൈസ് ഇല്ലേ, അതാണ് എടുത്തേക്കുന്നത്. കാഷ്യൂ നട്ട് ഒരു 5 മതിയാവും. പിന്നെ കപ്പലണ്ടി, ഇത് ഞാൻ തൊലിയോട് കൂടി ഉള്ളതാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തൊലി ഇല്ലാത്തതുണ്ടെങ്കിൽ അതായാലും മതി. നോക്കണം കേട്ടോ, കേടായ കപ്പലണ്ടി വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയിട്ട് വേണം വറുക്കാനിടാൻ. ഇത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കളറ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് വേണം പൊടിക്കാൻ. ഇടയ്ക്കൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും പീനട്ട് റൈസ്. സ്ഥിരം ഒരേപോലെ ചോറും കൂട്ടാനൊക്കെ വെച്ച് നമുക്ക് ബോറടിക്കില്ല. അപ്പം ഇടയ്ക്കൊരു വ്യത്യാസമൊക്കെ വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ നിറം മാറി വരുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരുപാട് എരിവ് വേണമെന്നില്ല കേട്ടോ ഇതിന്. അപ്പം ഞാൻ 2 ചുവന്ന മുളക് ചേർത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ കുറച്ച് മതി, നമുക്ക് ആ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പൊടിക്കുമ്പോൾ ഭയങ്കരമായിട്ടങ്ങ് എന്താ പറയുക, ഭസ്മം പോലെ പൊടിക്കില്ല കേട്ടോ. ചെറുതായിട്ട് ഒരു കഷ്ണം വരണ പോലെ നമ്മൾ പൊടിക്കണേ. ഞാനത് കാണിച്ചു തരാം. നന്നായിട്ട് ഇളക്കുക. തേങ്ങയുടെയും വേറൊന്ന് ചെറുതായിട്ട് മാറി വരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടാൽ മതി കേട്ടോ. ഒരുപാടാണെങ്കിൽ അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടേ വറുത്തെടുക്കുക. കണ്ടോ, അത് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തായിരുന്നു. ഇത് കണ്ട
വലിയ തേങ്ങയുടെ കഷ്ണം വലുതായിട്ട് മാറുന്നില്ല, ചെറുതൊക്കെ അതിൻ്റെ കളർ മാറിയത് കണ്ടോ. ഒരുപാട് അങ്ങ് നിറം മാറാനും പാടില്ല. അത് നമുക്ക് പൊടിച്ചെടുക്കാം. ആ സമയത്ത് ഞാൻ പാൻ ചൂടാക്കി കുറച്ച് കപ്പലണ്ടി ഇടുകയാണ്. അതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ആദ്യം. നമ്മൾ അവസാനം ചോറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ക്രിസ്പ് ആവുമ്പോൾ നമുക്കത് എടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക്, ജീരകമൊക്കെ ചേർക്കാം. എല്ലാം കുറേശ്ശെ മതി കേട്ടോ. കറിവേപ്പില ഒന്ന് ഇളക്കുക. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് കേട്ടോ. കാരണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി കപ്പലണ്ടി ആയാലും ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ലേ. ചോറ് ഇനി ബ്രൗൺ റൈസ് വേണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ബ്രൗൺ റൈസ് ഉപയോഗിക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും ചേർക്കാവുന്നതാണ്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ, ഇതേ കണ്ടോ, ഇതുപോലെയാണ് പൊടിക്കേണ്ടത്. കണ്ടില്ലേ, ഒരുപാട് പൊടിച്ചിട്ടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടുമില്ല. കുറച്ച് പിരിപിരാന്ന് കിടക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. തീരെ പൊടിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ പൊടിച്ചത് ഫുൾ ഇതിൽ ചേർക്കാം കേട്ടോ. കാരണം 2 മുളകും കുറച്ച് കാഷ്യൂം പിന്നെ കുറച്ച് തേങ്ങയൊക്കെ അല്ലേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ അത് പൊടിച്ചത് ഫുള്ള് നമുക്കിതിലേക്ക് ചേർക്കണം. നന്നായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്, ഇളക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഉപ്പ്, അതിനുശേഷം ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട്. ഞാനൊരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടായിരുന്നു ഈ ചോറ് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ടിട്ടേ, നമ്മൾ ബിരിയാണി റൈസ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കേട്ടോ. കുറച്ച് ചേർത്തിട്ട് നിങ്ങൾ കഴിച്ച് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ രണ്ടാമത് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് ഇടാവുള്ളൂ. മിക്കവാറും രണ്ടാമത് ഉപ്പിടുമ്പോഴായിരിക്കും നമുക്ക് കൂടി പോണേ അല്ലേ. അപ്പം രണ്ടാമത് ഇടുമ്പോൾ കുറച്ചിടാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി അവസാനം നമ്മൾ ഇച്ചിരി ഒരു നാരങ്ങ നീര് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ആയാലും മതി. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയില്ലേ, അതും കൂടെ ചേർക്കുക. തട്ടിപൊളി സാധനമാണ് കേട്ടോ ഈ പീനട്ട് റൈസ് എന്ന് പറയണേ. ഇതേപ്പോൾ നമ്മുടെ ഇതുപോലെയൊക്കെ ഷേപ്പിലാക്കി വെച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾ കുട്ടികൾക്കും ഒക്കെ കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക.